Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നോക്കിയന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. വെറും 8999 രൂപയ്ക്ക് ഇറങ്ങുന്ന പുതിയ നോക്കിയ C20 Plus ആണ്. അപ്പോൾ നോക്കിയ സ്മാർട്ട് ഫോൺസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും പാച്ചസും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിലാണ് വരാറ്. അതേപോലെ തന്നെയാണ് നോക്കിയ C20 Plus. ഇത് ആൻഡ്രോയിഡ് 11 Go എഡിഷൻ ആണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പക്ഷേ പ്രോസസ്സറും ബാക്കി കാര്യങ്ങളൊന്നും അത്ര ഒരു മികച്ചതല്ല. കാരണം ഒരു യൂണിസോക്കിൻ്റെ ഒരു ഒക്ടോകോ പ്രോസസ്സറാണ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽസ് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിനകത്ത് 2 വേരിയൻ്റാണ് വരുന്നത്. 2GB റാമും 32GB സ്റ്റോറേജും 3GB റാമും 32GB സ്റ്റോറേജുമാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് 332 വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ബ്ലൂ കളറാണ്. അപ്പോൾ സ്പെക്ക് വൈസ് അത്ര ഒരു മികച്ച ഫോണല്ല. പ്രത്യേകിച്ച് ഡ്യുവൽ ക്യാമറയിൽ 8+2 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറയാണ്. ഒരു 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. 4950 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതൊരു നല്ല ആസ്പെക്റ്റ് ആണ്. ബാക്കി അത്രയ്ക്ക് ഒരു മികച്ച ഹാർഡ്വെയർ ആസ്പെക്റ്റ് ഒന്നും പറയില്ല. പ്രൈസ് ആണെങ്കിൽ കുറച്ച് കൂടുതലാണ്. 8999 ആണ് 2GB റാമിൻ്റെ വേരിയൻറ്റ്. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 3ഉം 4GB റാം വേരിയൻസ് ഒക്കെ ഈ 9000 പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ നോക്കിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വെറും 2GB റാമാണ്. 10000 രൂപയ്ക്ക് 3GB 32GB ആണ് വരുന്നത്. ഒരു യൂണിസോക്കിൻ്റെ ഒക്ടോകോർ പ്രോസസ്സറാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പും പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 years സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പാച്ചസും ആൻഡ്രോയിഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയ C20 Plusൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നോക്കിയ C20 Plusൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കിയയുടെ C20 Plus പറഞ്ഞ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. 2 പ്രൈസാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8999 2GB റാം 3GB റാമിന് 9999. അപ്പോൾ പ്രൈസിംഗ് ഒക്കെ ഡെഫിനറ്റ്ലി ബാക്കിയുള്ള കോമ്പറ്റീഷനായിട്ട് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൂടുതലാണ്. പിന്നെ ഇവിടെ വരുന്നത് 2 years സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. അതാണ് എപ്പോഴും നോക്കിയൻ്റെ ഒരു പ്രോമിസ്. ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് സെക്യൂർഡ് ഫോർ 2 years ആണ്. അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ബഡ്ജറ്റ് സെഗ്മെൻറ്റ് സാധാരണ സ്മാർട്ട് ഫോൺസ് ഒന്നും അപ്ഡേറ്റ്സ് തരാറില്ല. ഇവിടെ നമുക്ക് 2 years സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്ലൂ കളറാണ് വരുന്നത്. പിന്നെ ബാക്കി വരുന്നത് 332 ആണ് നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ്. ബാക്ക് പാനലിൽ എല്ലാ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. 4950 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ 2 day ബാറ്ററി ലൈഫാണ്. 6.5 inches HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഒരു യൂണിസോക്കിൻ്റെ പ്രോസസ്സറാണ്. SC9863A എന്ന് പറഞ്ഞ 28 നാനോമീറ്റർ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ സാധാരണ 10,000 പ്രൈസ് സെഗ്മെൻറ്റിലൊക്കെ നല്ല മീഡിയ ടെക്കിൻ്റെ ജി സീരീസോ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ സീരീസൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു യൂണിസോക്കിൻ്റെ ഒരു ഒക്ടോകോ പ്രോസസ്സറാണ്. പിന്നെ 8 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 2 മെഗാപിക്സൽ ഡെപ്ത് ക്യാമറ, 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. പിന്നെ ഫേസ് അൺലോക്ക് ഉണ്ട്. അതേപോലെ ആൻഡ്രോയിഡ് 11 Go എഡിഷനാണ് വരുന്നത്. കുറച്ചും കൂടെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ വരുന്ന ഇതാണ്. പിന്നെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ പ്രീ അപ്ലൈഡാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്പെക്ക് പറയുക വെച്ചാൽ. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇതൊന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് ബോക്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു ഫോണാണ്. മുകളിൽ തന്നെ പുറത്തേക്ക് എടുക്കാം. പിന്നെ നമുക്കിവിടെ സിം ഇജക്റ്റ് പിൻ കാണാം. ഒരു കേസ് ഇൻക്ലൂഡറാണ്. നോക്കിയ C20 Plus ഒരു കേസും ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ് ഗൈഡും ഉണ്ട്. അപ്പോൾ കേസ് നമുക്ക് നോക്കാം. സാധാരണ നമുക്ക് കാണുന്ന ഒരു TPU കേസാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ്. സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ്. മിക്കവാറും ഇതൊരു 10 watt ആയിരിക്കും വരുന്നത്. അതെ, 10 watt ചാർജറാണ്. 5 volt 2 ampere 10 watt ചാർജിങ് ആണ്. പിന്നെ ഈ ഒരു USB കേബിളാണ്. ഇത് ടൈപ്പ് സി ആണ് നോക്കാം. അല്ല, മൈക്രോ USB ആണ്. ടൈപ്പ് സി അല്ല വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 6.5 inches HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ. ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണാം. ഇവിടെ നമുക്ക് നോക്കിയ ബ്രാൻഡിങ് കാണാം. അതേപോലെ താഴത്തെ ബെസിൽസ് ഒക്കെ ചെറുതായിട്ട് കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ് ഫ്രണ്ട് പാനലിൽ കൊടുത്തിരിക്കുന്നത് ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ടേ. പിന്നെ ബാക്ക് പാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം. താഴെ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. ആക്ച്വലി കണ്ടില്ല, ഒരു പാറ്റേൺ കാണാം. നോക്കിയ ബ്രാൻഡിങ് കാണാം. ഡുവൽ ക്യാമറ 8+2 മെഗാപിക്സൽ ക്യാമറ, LED ഫ്ലാഷ്. ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. നല്ല സ്ട്രോങ് ബിൽഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. ഒരു പവർ ആൻഡ് വോളിയം കീസ് കാണാം. പിന്നെ സിം ട്രേ കാണാം. പിന്നെ നമുക്കൊരു 3.5mm ഓഡിയോ ജാക്ക് വരുന്നത്. മൈക്രോ USB ആണ് വരുന്നത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ എല്ലാ ഫോൺസും എല്ലാം തന്നെ
USB Type-C മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൈക്രോ USB ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വേണ്ട ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. സെറ്റിംഗ്സ് പാനലിൽ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് ഗോ എഡീഷനാണ്. ഇവിടെ ബേസിക് വേർഷൻ വരുന്നത്. എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. 3 GB RAM ആണ് വരുന്നത്. നോക്കിയ C20 Plus ഇതാണ് സ്മാർട്ട് ഫോണിൻ്റെ പേര്, ഇവിടെ എഴുതിയത് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ കൂടെ നോക്കാം. അപ്പോൾ ഇതിൽ 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് ഇതിൻ്റെ ക്ലീൻ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് വളരെ ക്ലീൻ UI ആണ് വരുന്നത്. ആഡ്സോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ UI എക്സ്പീരിയൻസ് വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. പിന്നെ 2 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പാച്ചസും എല്ലാം തന്നെ കിട്ടുന്നുള്ളതാണ് വേറെ അഡ്വാൻറ്റേജ്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ക്യാമറേൻ്റെ കാര്യം നോക്കാം. ഇതിൽ നമുക്കിവിടെ പോർട്രേറ്റ്, പാനറോമ, വീഡിയോ മോഡിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. കുറച്ച് സ്ലോ ആണ് ആക്ച്വലി ഇത് സ്വിച്ച് ചെയ്യാനൊക്കെ. ഇവിടെ നമുക്ക് വീഡിയോ റെസൊല്യൂഷൻ കാണുകയാണെങ്കിൽ 1080p റെസൊല്യൂഷനാണ് ഫ്രണ്ടിലും റിയറിലും ഓഫർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം നോക്കിയ C20 Plus എന്നെടുത്ത ക്യാമറ സാമ്പിൾസാണ്. അപ്പോൾ ഒരു ആവറേജ് ക്യാമറ എന്ന് മാത്രമേ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. വലിയൊരു കാര്യമായ ഒരു എക്സ്പെക്റ്റേഷനും വേണ്ട, കാരണം വെറും 8 MP വരുന്നത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ 13 MP അല്ലെങ്കിൽ 64ഉം 48 ഒക്കെ വരുന്ന കാലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെറും 8 MP ഡ്യുവൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് 4950 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. ബാറ്ററി ലൈഫ് തീർച്ചയായിട്ടും നല്ലതാണ്, കാരണം ഒരു 2 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. വലിയ കപ്പാസിറ്റി ബാറ്ററി ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഒരു അത്യാവശ്യം നല്ല കാര്യം തന്നെ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ 10 watt ചാർജറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നോക്കിയ C20 Plusൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്കായിട്ട് ബ്രീഫായിട്ട് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയുക. പ്രോസ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നുള്ളതാണ് 2 വർഷത്തേക്ക്. അതേപോലെ തന്നെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല സുപ്പീരിയർ ബിൽഡ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫാണ് വരുന്നത്. ഇനി അതിൻ്റെ പോരായ്മകൾ എന്നുള്ള ഇതിൻ്റെ പ്രോസസ്സർ തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ. ഇതൊരു വളരെ ബേസിക്കായ പ്രോസസ്സറാണ് വരുന്നത്. യൂണിസോക്കിൻ്റെ ഒരു ഒക്ടോകോ പ്രോസസ്സറാണ്. അത്ര ഒരു വലിയ പവർഫുൾ പ്രോസസ്സറൊന്നുമല്ല. അതേപോലെ തന്നെ 3 GB RAM 10,000 രൂപയ്ക്ക് ഓഫർ ചെയ്യുന്നുള്ള അതൊരു പോരായ്മയായിട്ട് പറയാം. പിന്നെ ക്യാമറ പെർഫോമൻസ് ആണ് വളരെ ആവറേജ് ആണ്. ഒരു 10,000 രൂപേൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് വേണ്ട ഒരു പെർഫോമൻസും നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഒരു ബ്രീഫ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് നോക്കിയ C20 Plus. അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങും ഒരു ഹാൻഡ്സ് ഓണും ഒരു ബ്രീഫ് ഒരു ഹാൻഡ്സ് ഓൺ റിവ്യൂ എന്ന് വേണ്ടി പറയാം, ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ കടയിൽ അവൈലബിൾ ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ്. nokia.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. 3 GB RAM 9,999 രൂപ, 2 GB RAM 8,999 രൂപ, അങ്ങനെ 2 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതായിരുന്നു നോക്കിയ C20 Plusൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.